നമസ്കാരം. ബഹ്റിനിലെ വാരാന്ത്യ വിശേഷങ്ങളുമായി യു എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. GCC രാജ്യത്തെ ആദ്യത്തെ നോർക്കയുടെ ഓഫീസ് ബഹ്റിനിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള പ്രവാസികാര്യ വകുപ്പ് മന്ത്രി KC ജോസഫാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. GCCയിലെ നോർക്കയുടെ ആദ്യ ഹെൽപ്പ് ഡെസ്ക് കേരള പ്രവാസികാര്യ മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നോർക്ക ജനറൽ മാനേജർ സാബു ജോണും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനം പുറം ലോകത്തേക്ക് വ്യാപിക്കുന്ന ചരിത്ര മുഹൂർത്തമാണെന്നും മലയാളികൾ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ടു കൊണ്ടുപോകണമെന്നും മന്ത്രി പറഞ്ഞു. അംബാസഡർ ഡോക്ടർ മോഹൻകുമാർ, നോർക്ക ഡയറക്ടർമാരായ ഡോക്ടർ രവി പിള്ള, ഇസ്മയിൽ റാവുത്തർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. UDFന്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി സർക്കാർ നിരവധി ജനസേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും 2030 വരെയുള്ള വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുവെന്നും KC ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹ്റിനിലെ നോർക്ക ഉപദേശക സമിതി രൂപീകരിക്കുന്നത് മുഖ്യമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായും ആലോചിച്ചതിനു ശേഷം മാത്രമായിരിക്കുമെന്ന് പ്രവാസികാര്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് വരുന്നതോടെ പ്രവാസികളിലേക്ക് നേരിട്ടെത്താൻ നോർക്കയ്ക്ക് കഴിയുമെന്നും പ്രവാസി ക്ഷേമകാര്യങ്ങൾക്ക് പ്രവാസികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഉപദേശക സമിതിക്ക് രൂപം കൊടുക്കുക എന്നും മന്ത്രി അറിയിച്ചു. ബഹ്റിനിൽ പ്രവർത്തനം ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ പൂർണ്ണ നിയന്ത്രണം നോർക്ക റൂട്ട്സിനായിരിക്കുമെന്നും ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തിരിച്ചെത്തുന്ന പ്രവാസിയുടെ പുനരധിവാസം സംബന്ധിച്ച് പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ജില്ലാ തലത്തിൽ DYSPയെയും സംസ്ഥാന തലത്തിൽ IGയെയും ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. 2 വർഷം പൂർത്തിയാക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായും 2030 വരെയുള്ള വികസനം ലക്ഷ്യമാക്കിയുള്ള നിരവധി പദ്ധതികൾ ഘടകങ്ങളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്നും എയർ കേരളയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ സംസ്ഥാന സർക്കാരിന് ലഭിക്കുമെന്നും അത് പഠിച്ച ശേഷം കേന്ദ്രത്തിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ബഹ്റിനിലെത്തിയ കേരള പ്രവാസികാര്യ വകുപ്പ് മന്ത്രി KC ജോസഫ് നിരവധി സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. രാവിലെ മുതൽ തന്നെ 100 കണക്കിന് ആളുകളാണ് മന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ ഹോട്ടലിലെത്തിയത്. നോർക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബഹ്റിനിലെ ഒട്ടുമിക്ക സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി ചർച്ച ചെയ്തു. നോർക്ക അഡ്വൈസറി ബോർഡിൽ ബഹ്റിനിലെ പ്രവാസി സംഘടനകൾക്ക് പ്രാതിനിധ്യം നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തിരുവനന്തപുരത്തേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഇല്ലാതായ സാഹചര്യത്തിൽ ഉടൻ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് യാത്രാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ മന്ത്രി KC ജോസഫിനോട് ആവശ്യപ്പെട്ടു. വിസ റദ്ദു ചെയ്തതറിയാതെ ബഹ്റിനിലെ എയർപോർട്ടിലെത്തി ഒട്ടേറെ പ്രവാസികൾ തിരിച്ചു പോകുന്നതായി സമിതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനായി കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഓൺലൈനായി വിസ ചെക്ക് ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തണമെന്നും സമിതി ആവശ്യപ്പെട്ടു. പെട്ടെന്ന് നിർത്തലാക്കിയ ബഹ്റിൻ എയറിൽ ടിക്കറ്റ് എടുത്ത് പണം നഷ്ടപ്പെട്ട വിഷയവും സമിതി മന്ത്രിയുമായി ചർച്ച ചെയ്തു. മനാമയിലെ KMCC സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നോർക്ക ഹെൽപ്പ് ഡെസ്കിന്റെ ഒരു സബ് സെന്റർ അനുവദിക്കണമെന്ന് KMCC ഭാരവാഹികൾ മന്ത്രി KC ജോസഫിനോട് ആവശ്യപ്പെട്ടു. നോർക്ക സെന്റർ ബഹ്റിനിൽ തുടങ്ങുന്നതിനായി പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രിക്കും പ്രവാസികാര്യമന്ത്രിക്കും UDF സർക്കാരിനും KMCC നേതാക്കൾ പ്രത്യേകം നന്ദി അറിയിച്ചു. പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരിയുടെയും ജനറൽ സെക്രട്ടറി SV ജലീലിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയത്.
പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ബഹ്റിൻ കോന്നി അസോസിയേഷൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനതാ കൾച്ചറൽ ഫോറം മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ നിയുക്ത സെക്രട്ടറി പ്രസന്നകുമാർ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ജേക്കബ് കോശി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. GCCയിലെ ആദ്യ നോർക്കയുടെ ഓഫീസ് ബഹ്റിനിൽ ആരംഭിച്ച UDF സർക്കാരിനും കേരള മുഖ്യമന്ത്രിക്കും പ്രവാസികാര്യമന്ത്രി KC ജോസഫിനും OICC രക്ഷാധികാരി ജെയിംസ് കൂടൽ അഭിനന്ദനം അറിയിച്ചു. നോർക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവാസി സംഘടനകളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് പ്രവാസി സംഘടനാ നേതാക്കളുമായും കോൺഗ്രസ് പ്രവർത്തകരുമായും മന്ത്രി നേരിട്ട് ചർച്ച നടത്തുവാനെടുത്ത തീരുമാനം പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നോർക്കയുടെ നേട്ടങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുവാൻ വേണ്ട എല്ലാ സഹായവും പ്രവാസികാര്യ വകുപ്പിന് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. കൊച്ചുകുട്ടികളുടെ നാടകമായ ദരിദ്രവാസിയുടെ അണിയറ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം ആദരിച്ചു. പ്രശസ്ത സിനിമാ പ്രവർത്തകനായ VR ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ബഹ്റിനിലെ കേരള സമാജം മലയാളം പാഠശാലയിലെ 40ഓളം കുട്ടികൾ ചേർന്ന് കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ അവതരിപ്പിച്ച ദരിദ്രവാസി എന്ന നാടകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ നാടകത്തിന്റെ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ ദിവസം ബഹ്റിൻ കേരളീയ സമാജം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നാടകത്തിന്റെ സംവിധായകൻ ദിനേശ് കുറ്റിയിൽ, നാടകത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ അഭിനവ് രാജീവ്, മേഘ മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദനത്തിന് അർഹരായി. രാജീവ് കല്ലട, ശ്രീകുമാർ എന്നിവർ പശ്ചാത്തല സംഗീതമൊരുക്കിയ നാടകത്തിന്റെ ശബ്ദ നിയന്ത്രണം നിർവഹിച്ചത് ജോസ് ഫ്രാൻസിസ് ആയിരുന്നു. രംഗപടം സുനിൽ നിർവഹിച്ചു. നാടകത്തിന്റെ CD പ്രകാശനം പൂയത്ത് ക്രിയേഷൻ ഡയറക്ടർ സേതുമാധവൻ പ്രശസ്ത സിനിമാ സംവിധായകൻ BR ഗോപാലകൃഷ്ണൻ നൽകിക്കൊണ്ട് നിർവഹിച്ചു. രാജീവ് BI പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്നു. വിനയചന്ദ്രൻ മാവേലിക്കര, ജഗദീഷ്, രഞ്ജു മുണ്ടകത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. നാടകത്തിന്റെ പിന്നണി പ്രവർത്തകർ, അഭിനേതാക്കൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഇനി ഒരു ചെറിയ ഇടവേള.